എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അത്. നിങ്ങൾ പൂരിയാണ് വിചാരിച്ചാൽ അല്ല. വരൂ വീഡിയോയിലേക്ക് പോവാം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോണത് നെയ്പത്തൽ പറയും, അല്ലെങ്കിൽ നെയ്പത്തിരി എന്ന് പറയും. ഓക്കെ, അതാണ് ഇന്ന് തയ്യാറാക്കാൻ പോണത്. അതിനായി നമ്മളിന്ന് പുട്ടുപൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. നിങ്ങൾക്ക് അരിപ്പൊടിയോ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ ഞാനിന്ന് തയ്യാറാക്കാൻ പോണത് പുട്ടുപൊടിയാണ്. എൻ്റെ കയ്യിൽ ഇതാ പുട്ടുപൊടി കുറച്ച് മിക്സ് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു, അതും എടുത്തു. അതല്ലാതെ പോരാത്തത് 1 കപ്പ് കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ ഒരു 2 കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം അതിനെ ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒഴിച്ചു കൊടുത്ത ശേഷം അതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ പുട്ടുപൊടി വന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുത്തൊന്ന് സോഫ്റ്റ് ആവട്ടെ കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ബൈ ദ ടൈം നമുക്ക് അതിനൊരു അരപ്പുണ്ടാക്കാനുണ്ട്, അത് നോക്കാം. മിക്സിയിലേക്ക് ഞാൻ പച്ചമുളക് ഓപ്ഷനിലാണ്, വേണ്ടവരിട്ടാൽ മതി കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുക്കണം. നാളികേരം, ഞാൻ അതിലേക്ക് കുറച്ച് വാസനയ്ക്ക് വേണ്ടി മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, പച്ചമുളകും മല്ലിയിലയും. അതിലേക്ക് 1 സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെരിഞ്ജീരകമോ അല്ലെങ്കിൽ നല്ല ജീരകം, നോർമൽ ജീരകം ഏത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ ഇന്ന് പെരിഞ്ജീരകമാണ് ഇടണം കേട്ടോ. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെ അരയ്ക്കണം കേട്ടോ. ഇതിപ്പോൾ വെള്ളം ഇല്ലാതെയാണ് അരച്ചെടുത്തിരിക്കണം. ഇതിനെ നമ്മൾ ആ മാവിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക അഗെയിൻ. ഇതെല്ലാം ഒന്ന് യോജിപ്പിക്കട്ടെ കേട്ടോ. ഇപ്പോൾ ചൂടൊക്കെ കുറച്ച് ആറിക്കഴിഞ്ഞു. ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. നോക്കൊന്ന് നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കാം കേട്ടോ. പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതാ അതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇല, പ്ലാസ്റ്റിക് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. സോ ഒരു ഉരുള മാവ് എടുത്തിട്ട് ആ പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മളൊരു പ്ലേറ്റ് കൊണ്ട് അമർത്തിയാൽ മതി കേട്ടോ. അങ്ങനെ ട്രാൻസ്പെറൻറ്റ് പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ കാണാം. ഇതങ്ങനെ അമർത്തുക. എന്നിട്ട് ഒന്ന് ഷേപ്പിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് പ്രസ് ചെയ്യുക. പരത്തുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവും കേട്ടോ, അപ്പോഴേ പൊന്തി വരുള്ളൂ. ഇനി ഇതിനെ നമുക്ക് ചൂടായ എണ്ണയിലിടാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക കേട്ടോ. നമുക്കിത് നെയ്പത്തിരി റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് നല്ലോണം ഭൂരി മാതിരി ഇങ്ങനെ പൊന്തി വരും കേട്ടോ. പതുക്കെ അതിനെ ഒന്ന് മറിച്ചിടാം. വെച്ച് കാണിച്ചു തരാം. കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ തേങ്ങയും പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട്.